പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ആധുനിക സാങ്കേതിക വിദ്യകൾ വളർന്നു, വാർത്താവിനിമയ സംവിധാനങ്ങൾ പുരോഗമിച്ചു. വാർത്താവിനിമയ ദിനമായ ഇന്നൊരു കഥ കേൾക്കൂ. ഡിജിറ്റൽ മാധവൻ. നഗരത്തിലെ തിരക്കേറിയ കമ്പനിയിൽ നിർമ്മിത ബുദ്ധി വിദഗ്ധനായി ജോലി ചെയ്യുകയായിരുന്നു മാധവൻ. ലോകം മുഴുവനും ഒരു ഗ്രാമമായി ചുരുങ്ങുമ്പോഴും പ്രായമായ അമ്മ ഗ്രാമത്തിലെ തറവാട്ട് വീട്ടിൽ തനിച്ചാണ്. ആ ചിന്ത മാധവന് ഏറെ ദുഃഖം നൽകി. ഏക ആശ്വാസം ഫോൺ വിളികളും വീഡിയോ മുഖാന്തരമുള്ള സംസാരവുമാണ്. പക്ഷേ തിരക്കിനിടയിൽ അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ചിന്ത അവനെ അലട്ടി. അങ്ങനെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മാധവൻ തൻ്റെ ഒരു നിർമ്മിത ബുദ്ധി രൂപം അമ്മയ്ക്ക് വേണ്ടി നിർമ്മിച്ചു. ശാസ്ത്ര സാങ്കേതിക സഹായത്തോടെ ഡിജിറ്റൽ മാധവനെ അമ്മയുടെ അരികിലെത്തിച്ചു. മാധവൻ്റെ അതേ ശബ്ദവും മുഖഭാവങ്ങളും നൽകാൻ AI സാങ്കേതിക വിദ്യ അവനെ സഹായിച്ചു. താൻ അരികിലില്ലാത്തപ്പോൾ അമ്മയോട് സംസാരിക്കാനും ഓർമ്മകൾ പങ്കുവയ്ക്കാനും യന്ത്രത്തിന് കഴിയുമായിരുന്നു. ആദ്യമൊക്കെ അമ്മയ്ക്ക് അമ്പരപ്പും ആശ്ചര്യവുമായിരുന്നു. പിന്നീട് അമ്മ ആ യന്ത്രത്തോട് സംസാരിക്കാൻ താല്പര്യം കാട്ടാതായി. അമ്മയുടെ ആവേശം മങ്ങിത്തുടങ്ങി. ഒരു വൈകുന്നേരം മാധവൻ നേരിട്ട് വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു, "മോനെ, ഇതിന് നിന്റെ ശബ്ദമാണ്, നിന്റെ രൂപവും മുഖവുമുണ്ട്. പക്ഷേ നീ എന്നെ നോക്കുമ്പോഴുള്ള കണ്ണുകളിലെ ഭംഗി, സ്നേഹത്തിൻ്റെ തിളക്കം ഇതിനില്ല. നിന്റെ ശ്വാസത്തിൻ്റെ ചൂടില്ല." അമ്മയുടെ വാക്കുകൾ മാധവൻ്റെ കണ്ണു തുറപ്പിച്ചു. സാങ്കേതിക വിദ്യയ്ക്ക് ശബ്ദത്തെ അനുകരിക്കാം, രൂപത്തെയും അനുഗ്രഹിക്കാം. പക്ഷേ ഹൃദയമിടിപ്പിനെ പകർത്താനാവില്ല. അവൻ തിരിച്ചറിഞ്ഞു. ഡിജിറ്റൽ ലോകം എത്ര വികസിച്ചാലും മനുഷ്യൻ്റെ മുഖഭാവത്തിൽ വിരിയുന്ന വൈകാരികതയ്ക്ക് പകരമാവാൻ സാധിക്കില്ലെന്ന് മാധവൻ മനസ്സിലാക്കി. അടുത്ത ദിവസം തന്നെ നാട്ടിലെത്തി. വാതിൽ തുറന്ന് അകത്തേക്ക് വന്ന മകനെ കണ്ടപ്പോൾ അമ്മയുടെ കണ്ണ് നിറഞ്ഞു. ആ സ്പർശനത്തിൽ, മകൻ്റെ ശബ്ദത്തിൽ, ഗന്ധത്തിൽ അമ്മ തൻ്റെ ലോകം കണ്ടെത്തി. സാങ്കേതികവിദ്യ മനുഷ്യന് സഹായമാകണം, എന്നാൽ അത് ആർക്കും പകരമാവില്ല. മോനെ, നിനക്ക് പകരം ഈ ലോകത്ത് മറ്റൊന്നുമില്ല. നിന്റെ സ്നേഹം, അത് മാത്രമാണ് അമ്മയ്ക്ക് വേണ്ടത്. അമ്മയുടെ ദീർഘനിശ്വാസത്തിന് സ്നേഹത്തിൻ്റെ കിതപ്പായിരുന്നു.